إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനമനുസരിച്ച് ദുൽഹിജ്ജ 9 അല്ലെങ്കിൽ അറഫയുടെ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ഒരു നോമ്പ് ഒരു മനുഷ്യൻ എടുത്താൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ ഈ ഒരു ഒറ്റ നോമ്പ് കൊണ്ട് കാരണമാകുന്നു എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അറഫാ ദിനത്തിൻ്റെയും ദുൽഹിജ്ജയുടെയും ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കി. ലക്ഷക്കണക്കായ ഹാജിമാർ ഇസ്ലാം ദീനിലെ 5ാമത്തെ തൂണായ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഹജ്ജ് നിർബന്ധമാണ്. അതിന് അമാന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ശരീരം ചുക്കിച്ചുളിയാനോ ജരാനര ബാധിക്കാനോ ഒന്നും കാത്തു നിൽക്കേണ്ടതില്ല. തനിക്ക് സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കേണ്ടതുമല്ല ഹജ്ജ്. അങ്ങനെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു വച്ചിട്ടുണ്ട്. ഒരു നിർബന്ധമായ തൻ്റെ ഈ കർമ്മങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ബാധ്യതകൾ നിറവേറ്റപ്പെടുന്നത് ഒരു മനുഷ്യൻ ഹജ്ജ് കൂടി നിർവഹിക്കുമ്പോഴാണ്. അങ്ങനെയുള്ളൊരു നിർബന്ധ ബാധ്യത ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വെക്കുക എന്നുള്ളതും കരണീയമല്ല. ഏറ്റവും നല്ല സമയത്ത് ഹജ്ജും ഉംറയും ചെയ്യാൻ
നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, സാമ്പത്തികമായും മറ്റുള്ള ഒരുക്കങ്ങൾ നടത്തുകയും സമയം എത്തിക്കഴിഞ്ഞാൽ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഹജ്ജ് നിർബന്ധമാണെന്ന് പഠിപ്പിക്കുകയുണ്ടായി. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അള്ളാഹുവിന് വേണ്ടി കഅബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അതിന് സാധ്യമാകുന്ന ആളുകൾക്കെല്ലാം നിർബന്ധമാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിയായി കൊണ്ടുപോയാൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരാശ്രയനാണ്, ധന്യനാണ്. ആരുടെ ഇബാദത്തും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മുഅ്മിനായി ജീവിച്ചു, അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇസ്സത്ത്, പ്രതാപം വർദ്ധിക്കാനില്ല. നമ്മളാരും ഇബാദത്ത് എടുത്തില്ലെങ്കിലും ആരും ഹജ്ജിന് പോയില്ല, എല്ലാവരും കുഫർ ചെയ്ത് തോന്നിവാസികളായി ജീവിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്സത്ത്, പ്രതാപം ചുരുങ്ങാനും പോണില്ല. അള്ളാഹുവിന് നമ്മുടെ ഇബാദത്തിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. വമൻ കഫറ വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി. ഒരാൾ നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അവന് തന്നെയാണ് നന്ദി കാണിക്കുന്നത്, അവന് തന്നെയാണ് ഖൈർ എന്നർത്ഥം. അവൻ്റെ പരലോകം അവൻ നിർമ്മിക്കുകയാണ് എന്നർത്ഥം. അള്ളാഹു പരലോകം നന്നാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ഞങ്ങളോട് ഖുതുബ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഫഖാല റജുലുൻ, അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, അകുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണമെന്നാണോ? എങ്ങനെയാണ് ആ നിർബന്ധം? എല്ലാ കൊല്ലവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണമെന്നാണോ? ഫസകത, അവർ റസൂലുള്ള മിണ്ടാതിരുന്നു. റസൂലുള്ള അതിന് മറുപടി പറഞ്ഞില്ല. ഹത്താ ഖാലഹാ സലാസൻ, റസൂലുള്ളാഹിയുടെ മൗനം കണ്ടപ്പോൾ അയാൾ വീണ്ടും 3 പ്രാവശ്യം ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാനെങ്ങാനും നഅം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാകുമായിരുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രാഥമികമായ നിയമമാണ്. അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹുവും പറഞ്ഞത് കേൾക്കുക. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത നിയമങ്ങൾ അത് മുഖേന ഇറങ്ങുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. കാരണം വഹി ഇറങ്ങുന്ന കാലഘട്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിമേ, കഅബ നിർമ്മിച്ചതിന് ശേഷം അല്ലാഹു കഅബയിലേക്ക് ഹജ്ജിന് വരാൻ വേണ്ടി വിളിക്കണം, ആളുകളെ വിളിക്കണം. വിദൂര ദിക്കുകളിൽ നിന്നും മലമ്പാതകൾ താണ്ടിക്കൊണ്ട്, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ മുകളിലായിക്കൊണ്ടും കാൽനടയായിക്കൊണ്ടും നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ അവർ വരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൻ്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ലമ്മാ ഫറഗ ഇബ്രാഹിം മിൻ ബിനാഇൽ ബൈത്തി, കഅബയുടെ പണി കഴിഞ്ഞു, അതിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ, ഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദ്ദിൻ ഫിന്നാസ്, ഇനി ജനങ്ങളെ വിളിക്കണം, ഹജ്ജിന് വിളിക്കണം. ആരാ അവിടെ ഉള്ളത്? അവിടെ ഇബ്രാഹിം നബിയുണ്ട്, അതേപോലെ തന്നെ ഇസ്മായിലുണ്ട്, ഹാജറുണ്ട്, വേറെ ആരുമില്ല. ആരെ വിളിക്കാനാ? വിശാലമായ കണ്ണെത്താ ദൂരത്തുള്ള മരുഭൂമി, മൊട്ടക്കുന്നുകൾ മാത്രമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംശയം ചോദിച്ചു. ഖാല യാ റബ്ബി വമാ യബ്ലഗു സൗതി, എൻ്റെ ഒച്ചക്ക് എത്തൂലല്ലോ, ലോകര് കേൾക്കൂലല്ലോ പടച്ചോനെ, ഞാൻ വിളിച്ചിട്ട്. ഈ മരുഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല, കേൾക്കണോടത്ത് ആരുമില്ല. ഇവിടെ ആരാണുള്ളത്? ഇതാരാണ് കേൾക്കുന്നത്? ഈ സമയത്ത് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദിൻ വ അലയ്യൽ ബലാഗ്, ഇബ്രാഹിം ഈ വിളിച്ചാ മതി, ഇബ്രാഹിം നബി വിളിച്ചാ മതി, എത്തിക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ആളും മനുഷ്യനുമില്ലാത്ത ആ മരുഭൂപരപ്പിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അറഫയുടെ മൈതാനത്തിൽ ഇന്നലെ, അതേപോലെ തന്നെ ഇന്ന് മിനായിലും മുസ്ദലിഫയിലും, അതേപോലെ തന്നെ ഈ പറയപ്പെട്ട തവാഫിലും സഈയുമായിക്കൊണ്ട് ആ മരുഭൂപരപ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഹജ്ജിന്
അതേപോലെ തന്നെ എല്ലാ സെക്കൻഡുകളിലും ഉംറക്കുമായി കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരുമില്ലാത്തിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബുദ്ധി അതാണ്, ആരുമില്ലല്ലോ, എങ്ങനെ കേൾക്കാനാണ്? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സാധാരണ ഒരു മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ചാണ് നമ്മൾ പറയും, ഇവിടെ ആരും കേൾക്കാനില്ലല്ലോ. ഇബ്രാഹിം നബി ആ സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ അല്ല പറഞ്ഞു വ അലയ്യൽ ബലാഗ് ഫനാദ ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുന്നിൻ്റെ മുകളിൽ കയറി വിളിച്ചു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, കതബ അലൈക്കുമുൽ ഹജ്ജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇലൽ ബൈത്തിൽ അതീഖ്, ഈ പരിപാവനമായ കഅബാലയത്തിൽ വന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് നിർബന്ധമായിരിക്കുന്നു. ഫഹുജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് വരണം. ഫസമിഅഹു മാ ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള ആളുകളെല്ലാം കേട്ടു. അത് കേട്ടവരാ പോയത്, കേൾക്കാത്തവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുക്കുന്നു എന്നർത്ഥം. ഞാനും നിങ്ങളും എന്ന് ഹജ്ജിന് പോകും, എന്ന് ഉംറക്ക് പോകും എന്ന് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ഓലെ ഹജ്ജിന് പോകുള്ളൂ. ഒരു ലിബിയൻ പൗരൻ ഗദ്ദാഫി ഹജ്ജിന് പോകണം, ആമിർ ഗദ്ദാഫി ഹജ്ജിന് പോകണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അയാളുടെ നാട്ടിലെ എയർപോർട്ടിലെത്തി ചെക്കിംഗ് നടപടികളിൽ അയാൾ ഫെയിലാണ്, പോകാൻ പറ്റില്ല. വിമാനം പറന്നു. വിമാനം കുറച്ചങ്ങ് പറന്ന് നീങ്ങിയപ്പോൾ വിമാനത്തിന് യന്ത്ര തകരാറ്, വിമാനം തിരിച്ചിറക്കി. ആ സമയത്തും വിമാനം തിരിച്ചിറക്കി എന്നറിഞ്ഞപ്പോഴും ഗദ്ദാഫി, ഈ പറയപ്പെട്ട സഹോദരൻ, അദ്ദേഹം ഒരു ശ്രമം കൂടി നടത്തി. കയറാൻ പറ്റില്ല, എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. വീണ്ടും വിമാനം കയറി, വിമാനം യാത്ര പുറപ്പെട്ടു, അദ്ദേഹമില്ലാതെ. അദ്ദേഹത്തിന് എന്തോ ഒരു പ്രതീക്ഷ, സാധാരണ നിലയ്ക്ക് വിമാനം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക്, തൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങും. അയാൾ അവിടെ തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വിമാനം തിരിച്ചിറങ്ങുന്നു, വീണ്ടും എന്തോ തകരാറുണ്ട്. മൂന്നാമത് തിരിച്ചു പൊന്തിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിച്ചു, അദ്ദേഹം കൂടി വരട്ടെ. അങ്ങനെ അദ്ദേഹം ഇന്ന് ഹജ്ജ് ചെയ്തു. അള്ളാഹുവിൻ്റെ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് കുന്നിൻ്റെ മുകളിൽ കയറി വിളിച്ചത്, വിളി കേട്ടാൽ അള്ളാഹു സുബ്ഹാനഹു, അഥവാ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടായി. ഏതൊരു മനുഷ്യനും അവിടെ എത്തും സഹോദരന്മാരെ. അതിന് നമ്മുടെ പ്രാർത്ഥന വേണം. പ്രിയമുള്ള യുവാക്കളെ, യുവതികളെ, സഹോദരന്മാരെ, ഹജ്ജ് ചെയ്യാത്തവരെ, ഉംറ ചെയ്യാത്തവരെ കാത്തിരിക്കേണ്ട നമ്മളാരും. ഒരു നിർബന്ധമായ ഹജ്ജാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതേ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, വമൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൃതി കാണിക്കട്ടെ. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും 10, 40, 50 വയസ്സല്ലായിട്ടുള്ളതാണ്, കുറച്ചുകൂടിയാണ് പോട്ടെ, ഹജ്ജ് കഴിഞ്ഞിട്ടാണ് നന്നാക്കുക. ഇപ്പോൾ ഇങ്ങനെ കളറായി പറഞ്ഞിങ്ങനെ ജീവിക്കാമെന്നാണ് ചില ആൾക്കാരെ വിചാരം. സഹോദരന്മാർ, ആർക്കാണ് അറിയാം എത്ര കാലം ജീവിക്കും എന്നുള്ളത്? ഹജ്ജ് ചെയ്യുന്നവരെ അങ്ങനെ ജീവിക്കാമെന്ന്, ഹജ്ജ് കഴിഞ്ഞാൽ നന്നാവുന്ന ആർക്കാണ് അറിയാം? അതുകൊണ്ട് റസൂലുള്ള പറയാണ്, ആർക്കെങ്കിലും ഹജ്ജിന് എല്ലാവിധ സംവിധാനങ്ങളും ഒത്തിട്ടുണ്ടെങ്കിൽ ഫല്യതഅജ്ജൽ, ധൃതി കാണിക്കട്ടെ. ഫഇന്നഹു ഖദ് യംറിദുൽ മരീദ്, കാരണം രോഗം മനുഷ്യനെ പിടിപെടും. പടച്ചോനെ, ഒരു ഹജ്ജിന് പോകാൻ കൂടി കഴിഞ്ഞില്ലല്ലോ, ഹജ്ജിന് പോകാൻ കൂടി കഴിഞ്ഞില്ല. മക്കത്ത് വർഷങ്ങളോളം മക്കത്ത് ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാത്ത ആൾക്കാർ, മക്കത്ത് വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാത്ത തോന്നിയിട്ടില്ല, തൗഫീഖ് കിട്ടിയിട്ടില്ല സഹോദരന്മാരെ. വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് യുവാക്കളെ, യുവതികൾ ആരും കാത്തുക്കണ്ട. അടുത്ത വർഷം പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ സംവിധാനം കാണണം. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ പറ്റാതെ ഇരുന്നത്, വിളിയെത്തിയിട്ടില്ല. പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോകുന്ന ആളുകൾക്ക് 20% ആളുകൾ, 80% ആളുകൾക്ക് പോകാൻ പറ്റില്ല. 20% പോയി ലക്ഷക്കണക്കിന് ആളുകൾ സമ്പത്ത് ഒരുക്കി കൂട്ടി, വർഷങ്ങളോളം സമ്പത്ത് ഒരുക്കി കൂട്ടി, വല്യമ്മമാരും വല്യപ്പമാരും സഹോദരി സഹോദരന്മാരും കാത്തു നിന്നു, കാശ് കൊടുത്തു. ആ കാശ് കൊണ്ട് റൂം വാടകകളൊക്കെ എടുത്തു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാം ശരിയാക്കി, ടിക്കറ്റ് എടുത്തു, എല്ലാം റെഡിയാക്കി. പക്ഷെ ഹജ്ജിന് പോകാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ പോകാൻ പറ്റിക്കോളുന്നില്ല സഹോദരന്മാരെ. പ്രിയമുള്ള സഹോദരികളെ, സമ്പത്തുണ്ടോ, ആഭരണമുണ്ടോ, തീരുമാനിക്കണം. ചിലപ്പോൾ രോഗം വരും. സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ മഹ്റമില്ലാത്ത അവസ്ഥ വരും. എന്നാൽ നമുക്ക് നമ്മുടെ വാപ്പുണ്ടാകുക, കൂടെ ഉണ്ടാകുക, ഭർത്താവ് ഉണ്ടാകുന്ന ഒന്നും പറയാൻ പറ്റൂല. ഉള്ള സമയത്ത് അവസരം കിട്ടിയ ഭർത്താവ് ഗൾഫിലൊക്കെ ആണെങ്കിൽ അവിടുന്ന് തീരുമാനിക്കണം, നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോരി, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വരാം. ഹജ്ജിന് പോയിരിക്കണം. അത് നിർബന്ധമായ ബാധ്യതയാണ്. ഏറ്റവും നല്ല സമയങ്ങളും സന്ദർഭങ്ങളും വർഷങ്ങളോളം കിട്ടിയിട്ടും രോഗിയാവാൻ വേണ്ടി കാത്തുനിന്നു, മഹറമില്ലാതിരിക്കാൻ വേണ്ടി കാത്തുനിന്നു, സമ്പത്തില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വേണ്ടി കാത്തിരുന്നു.
വഴിയൊരുങ്ങാത്ത അവസ്ഥയിലേക്ക് വേണ്ടി കാത്തിരുന്നു, ഇല്ലേ? വഴിയൊരുങ്ങാത്ത അവസ്ഥയുണ്ടാക്കി, എല്ലാം റെഡിയാണ്, പക്ഷെ പോകാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് ആളുകൾ. അതല്ലേ നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിച്ചത്? എത്ര ആളുകൾ സഹോദരന്മാർ, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ആളുകളോടൊക്കെ യാത്ര പറഞ്ഞു, പക്ഷെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, അതേ രോഗം വരും, വാഹനം നഷ്ടപ്പെടും. വല്ലാത്ത ഹദീസാണ്. അഥവാ അന്ന് അവർ യാത്ര ചെയ്തിരുന്നത് അവരുടെ ഒട്ടകത്തും കുതിരപ്പുറത്തും കൈതപ്പുറത്തൊക്കെയാണ്. വാഹനമില്ലാത്ത അവസ്ഥ. ഇന്ന് ഇതാണ് സംഭവിച്ചത്. വാഹനം കിട്ടാത്ത അവസ്ഥ, അഥവാ വാഹനത്തിലുള്ള നീക്കുപോക്കുകൾ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത, പദ്ധതികൾ പൂർത്തിയാക്കാത്ത, സമയബന്ധിതമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാനിടയുണ്ട്. അതേപോലെ തന്നെ ഒതാരിൽ ഹാജത്തു, നിങ്ങൾക്ക് ബിസി വരും. മനുഷ്യന് പോകാൻ പറ്റാത്ത വലിയ വലിയ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വരും. നമ്മുടെ മക്കളോ ഭാര്യമാരോ രോഗികളാകാം. അപ്പം അവരെ കൂടെ നിൽക്കേണ്ട അവസ്ഥ. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ ധൃതി കാണിക്കണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറ ചെയ്യാൻ ധൃതി കാണിക്കണം, നിർബന്ധമാണ്. ഒരു ഹജ്ജും ഒരു ഉംറയും ഒരു ആണിനും ഒരു പെണ്ണിനും നിർബന്ധമാണ് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ വിളിച്ചു. ആകാശഭൂമികളിലുള്ളവരെല്ലാം അത് കേട്ടു. എല്ലാവരും കേട്ടു. കോടാനുകോടി ജിന്നുകൾ കേട്ടു, കോടാനുകോടി മനുഷ്യന്മാർ കേട്ടു. ജിന്നിനും മനുഷ്യനും ഇത് നിർബന്ധമാണ്. അവർ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷങ്ങളും അവരെത്തിക്കൊണ്ടിരിക്കുന്നു. അഫലാ തറന്നാസ യഹുജ്ജൂന മിൻ അഖ്സൽ അർളി യുലബ്ബൂൻ, തൽബിയത്ത് ചെയ്തുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സാധാരണക്കാരനും സമ്പത്തുള്ളവനും ഭരണാധികാരിയും ഭരണീയരും പ്രജയും എല്ലാവരും ഒരേ വസ്ത്രത്തിൽ, ഒരേ മണ്ണിൽ, അറഫയുടെ മണ്ണിൽ, മുസ്ദലിഫയുടെ മണ്ണിൽ. എന്താണ് സഹോദരന്മാരുടെ മുസ്ദലിഫയുടെ അവസ്ഥ? എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ, സമ്പന്നനും പണക്കാരനും പണിക്കാരനും എല്ലാവരും ഒരേപോലെ മുസ്ദലിഫയിൽ അറഫ കഴിഞ്ഞ് ദുൽഹിജ്ജ 9 കഴിഞ്ഞ് മുസ്ദലിഫയിലെത്തി അവർ അവിടെ രാപ്പാർക്കുകയാണ്. മുസ്ദലിഫയിൽ മണ്ണിൽ കിടക്കുകയാണ്. കയ്യിൽ എന്തെങ്കിലും ശീലയോ അതേപോലെ തന്നെ മാറ്റുണ്ടെങ്കിൽ വിരിക്കും. മുകളിൽ ആകാശമാണ്, താഴെ ഭൂമിയാണ്, കല്ലാണ്. കല്ലിങ്ങനെ കൊത്തും ശരീരത്തിൽ. മഞ്ഞാണെങ്കിൽ മഞ്ഞ് കൊണ്ട് കിടക്കുക, ചൂടാണെങ്കിൽ ചൂടേറ്റ് കിടക്കുക. ടെൻറ്റില്ല അവിടെ. വല്ലാത്തൊരു അനുഭവമാണ് സഹോദരന്മാരെ, പോയ ആളുകൾക്കറിയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവാചകന്റെ കുടുംബം അവിടെ കിടന്നിട്ടുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, ഈ തൗഹീദിന് വേണ്ടി, ഈ ദീനി ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം കൊടുത്തു. ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ച് ജീവിച്ച് കുഞ്ഞിക്കാല് കണ്ടപ്പോ നോക്കാൻ പറ്റൂല, കുഞ്ഞിൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റൂല. ഇബ്രാഹിം കുഞ്ഞിനെയും ഉമ്മയെ അവിടെ കൊണ്ടാക്കി. വാപ്പാന്റെ കൂടെ ഒന്ന് നടന്നു ഓടാൻ സമയമായപ്പോൾ വാപ്പാ കുറിച്ച് ഹെൽപ്പൊക്കെ കിട്ടണ സമയപ്പോൾ അറക്കണം എന്ന് പറഞ്ഞു. അറക്കാൻ തയ്യാറായി. എന്നിട്ട് വാപ്പയും ഉമ്മയും മകനും കൂടി ഉണ്ടാക്കിയതാണ് കഅബാലയം. ആ കഅബാലയത്തിലേക്ക് ആളെത്തണം. ആ ഇബ്രാഹിമിനെ ഓർക്കണം. ഇബ്രാഹിം മില്ലത്ത് ജനങ്ങൾ കൊണ്ട് നടക്കണം. റസൂലുള്ളാഹി പോലും പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ്. ആ മില്ലത്ത് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ മണിക്കൂറുകളും വിശദീകരിക്കാനുണ്ട്, മണിക്കൂറുകളോളം. ഒന്നാമതായിക്കൊണ്ട് തൗഹീദാണ്. പടച്ചോനെ വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും പടച്ചോനെ തൗഹീദിന് എതിരായി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ. അല്ലാഹു അല്ലാത്ത ഒരു മനുഷ്യനെ, വദിരീങ്ങളെ, മമ്പുറന്തങ്ങളെ, സിയമ്മടവൂരെ, അല്ലാഹു അല്ലാത്ത ഒരു മനുഷ്യനെ വിളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കൽ റബ്ബേ എന്ന് ഈ ആദർശ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. ഒരു നിലക്കും ശിർക്കുമായി ബന്ധപ്പെട്ട അങ്ങേ അറ്റത്ത് തവക്കുലും അതേപോലെ തന്നെ തൗഹീദും ഇഖ്ലാസുമുള്ള ജീവിതം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ ഇബ്രാഹിം മില്ലത്തിലാണ്. വത്തബിയ മില്ലത ഇബ്രാഹിമ ഹനീഫ. റസൂലേ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം, നിർബന്ധമാണ്. അതാണ് ഇബ്രാഹിം മില്ലത്ത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതും പ്രവർത്തിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം നമുക്ക് നിർബന്ധമായ കർമ്മങ്ങളാക്കി വെച്ചു. അല്ലാഹുമ്മ ജഅൽനി റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, പടച്ചോനെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി നമ്മളൊന്ന് ചോദിക്കുക.
ഇന്നിൻ്റെ കുട്ടികളെയും പഠിച്ചവനെ നിസ്കരിക്കണമല്ലാക്കെ. എത്ര വലിയൊരു പ്രാർത്ഥനയാണ്. എന്നെയും എൻ്റെ കുട്ടികളെയും ഷിർക്ക് ചെയ്യാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനോട് കൂറുപാലിച്ച് ജീവിക്കുന്ന ആളാക്ക് റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും. നിസ്കാരം നിർവഹിക്കുന്ന ആളാക്ക് റബ്ബേ. നിസ്കാരം അല്ലെങ്കിൽ ആള് കാഫിറ. നമ്മുടെ മക്കളുടെ നിസ്കാരത്തിന്റെ കാര്യം എവിടെയാണ്? ഇങ്ങനെ സഹോദരന്മാരെ മണിക്കൂറുകളോളം വിശദീകരിച്ചാൽ തീരാത്ത ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഒരു ഉമ്മത്തായ ഇബ്രാഹിം നബി, അദ്ദേഹത്തിൻ്റെ ആ ത്യാഗം ഓർക്കാൻ വേണ്ടി നമ്മോടൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഹജ്ജിൽ എന്താ ചെയ്യാനുള്ള ഒന്നുമില്ലല്ലോ. ഹജ്ജിൽ എന്താ ചെയ്യാനുള്ള? ഒരു 2 റക്അത്ത് നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരത്തിലെ കർമ്മങ്ങൾ പഠിക്കണം. റുക്കൂ പഠിക്കണം, സുജൂദ് പഠിക്കണം, ചൊല്ലാള് പഠിക്കണം. ഹജ്ജിലൊന്നുമില്ല. ഹജ്ജിൽ എന്തെങ്കിലും ചൊല്ലാണ്ടൊക്കെ തന്നെ നോക്കിച്ചൊല്ലാം, നിസ്കാരത്തിൽ നോക്കിച്ചൊല്ലാൻ. 1 റക്അത്ത് നിസ്കരിക്കുന്ന അത്ര പോലും ഇല്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ. പിന്നെ എന്താ ഉള്ളത്? കുറേ സ്ഥലത്ത് പോയി കിടന്നുറങ്ങണം, കുറേ സ്ഥലത്ത് അവിടെ നിൽക്കണം, കുറേ സ്ഥലത്ത് ഇരിക്കണം, കുറേ സ്ഥലത്ത് നടക്കണം, കുറേ സ്ഥലത്ത് ചുറ്റണം. അത് ലക്ഷക്കണക്കിന് ആൾക്കാരെ അടിയിലാകുമ്പോൾ നല്ല ഇടങ്ങാറുണ്ടാവും. അതാണ് ഹജ്ജ്. ആ ത്യാഗം ഒന്ന് ഏത് പണിക്കാരനും പണക്കാരനും രാജാവും ഭരണാധികാരിയും ഭരണീയനും ഇതൊന്ന് അനുഭവിക്കണം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അറഫയിൽ നിന്നത്. അങ്ങനെയാണ് മുസ്ദലിഫയിൽ നിന്നത്. മകനെ അറക്കാൻ പറഞ്ഞ് തയ്യാറായി. അതുകൊണ്ട് ബലി അറക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അപ്പൊ ഇന്നിപ്പോ ദുൽഹിജ്ജ 10 അവർക്ക്. ദുൽഹിജ്ജ 8 യൗമു തർവിയ ഹജ്ജ് തുടങ്ങി. എല്ലാ ആളുകളും യൗമു തർവിയ എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്നാണ് അർത്ഥം. അന്നത്തെ കാലത്ത് ഒരു മിനയിലേക്ക് പോവുകയാണ്. പല നാടുകളിൽ നിന്നും മിനയിലേക്ക് പോവുകയാണ് അവർ. അപ്പോൾ അവിടെ വെള്ളവും ഭക്ഷണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ എല്ലാം സൗദി ഗവൺമെൻറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കായ ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിമുൽ ഹറമീനികൾ പിന്നെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു ദീനനുസരിച്ച് ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ തൗഫീഖും അതിൻ്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ ഹാജിമാരെ എല്ലാ കൊല്ലവും സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ ദുൽഹിജ്ജ 8 അവർ പോവുകയാണ് എല്ലാവരും മിനയിലേക്ക്. പിറ്റേന്ന് ദുൽഹിജ്ജ 9 അവർ ഉച്ചയോടുകൂടി ളുഹ്റോടുകൂടി അറഫയിലെത്തി. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്താണ്? റുക്നുകൾ എന്താണ്? നെടുന്തൂൺ എന്താണ്? ഒന്ന് ഇഹ്റാം കെട്ടലാണ്. ഹജ്ജിന്റെ പ്രഖ്യാപനം. ഇഹ്റാമിന്റെ തുണിയെടുത്ത് വസ്ത്രം ധരിച്ച് ഹജ്ജിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. അതേപോലെ തന്നെ പിന്നെ എന്താണ്? പിന്നെ അറഫയിൽ നിൽക്കുക. അപ്പോൾ ഇഹ്റാം, അറഫയിൽ നിൽക്കൽ, പിന്നെ ഹജ്ജിന്റെ തവാഫ്, ഹജ്ജിന്റെ സഅയ്. ഇത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ റുക്കനായി. വേറൊന്നും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിനുള്ള പ്രായശ്ചിത്തം കൊടുത്താൽ മതി. മുസ്ദലിഫയിൽ നിൽക്കാൻ പറ്റില്ല, മിനയിൽ നിൽക്കാൻ പറ്റില്ല, ഒരു പ്രശ്നമില്ല. അയാൾക്ക് നിർബന്ധമായിട്ടും നിൽക്കേണ്ടതാണ് അതൊക്കെ, പക്ഷെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് അത് ഇളവുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തം കൊടുത്താൽ മതി. രോഗിയാണ്, മിനയിൽ നിൽക്കാൻ വയ്യ, മുസ്ദലിഫയിൽ പോകാൻ വയ്യ, ഒന്നും പ്രശ്നമില്ല. അയാൾക്കതിനുള്ള ഇളവ്, അയാൾക്കതിനുള്ള പ്രായശ്ചിത്തം കൊടുത്താൽ മതി. നേരെ മറിച്ച് ഈ അറഫയാകട്ടെ, ഇഹ്റാം ആകട്ടെ, ഈ തവാഫും സഅയും അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഹജ്ജിൻ്റെ തവാഫും ഹജ്ജിൻ്റെ സഅയും ഈ 4 കാര്യം റുക്കിനാണ്. അതില്ലെങ്കിൽ ഹജ്ജില്ല, അത് ആർക്കും. പിന്നെ ഹജ്ജിന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ മുസ്ദലിഫയും അതേപോലെ തന്നെ ജംറയിൽ കല്ലെറിയലും മുടിയെടുക്കലും ബലിയെറുക്കലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ദുൽഹിജ്ജ 9 അവർ അറഫയിലാണ്. ഇന്നലെ അവരുടെ അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി അവർ അറഫയിലെത്തി. മഗ്രിബോടുകൂടി അറഫ കഴിയും. പിന്നെ മുസ്ദലിഫയിലേക്ക് പോവാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ഒഴുകുകയാണ്. ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങളും ഒഴുകണം. അള്ളാഹിന്റെ പ്രയോഗമാണ്. 1400 വർഷം മുമ്പ് അള്ളാഹ് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ ജനങ്ങൾ ഒഴുകണം 1400 വർഷങ്ങൾക്ക് മുമ്പ്. എത്ര ആളുകളാണ് ഹജ്ജ് ചെയ്യാനുള്ളത്? എത്ര ആളുകൾ അവിടെ ഹജ്ജ് ചെയ്യാനുള്ളത്? അപ്പോൾ അള്ളാഹിൻ്റെ ആ പ്രയോഗം നോക്ക്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സഹോദരന്മാരെ ഒരു ഒഴുക്കാണ്. അവിടെ നിൽക്കാൻ പറ്റൂല. അവിടെ നിന്ന് അങ്ങനെ ഓളം കൊണ്ടുപോകുന്ന പോലെ, വെള്ളം തിരമാല അടിക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടുപോകും. ആളുകൾ മുസ്ദലിഫയിലേക്ക് നീങ്ങാണ്. മുസ്ദലിഫയും കഴിഞ്ഞ് ഇന്ന് യൗമുൻ നഹറാണ് അവർക്ക്. ദുൽഹിജ്ജ 10 ദുൽഹിജ്ജ 10 ഏറ്റവും പ്രധാനമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണ്? അവർ ജംറത്തുൽ അഖബയിൽ അവർ കല്ലെറിയണം, വലിയ ജംറയിൽ. അതേപോലെ തന്നെ അവർ മുടിയെടുക്കണം.
അവർ ബലിയെറുക്കണം. തവാഫും സയ്യും ചെയ്യാൻ പറ്റുന്ന ആൾ, ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ തവാഫും ചെയ്യും സയ്യും ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ ഏറ്റവും ഹൈർ അതാണ്. അല്ലെങ്കിൽ പിന്നെ ദുൽഹിജ്ജ 11, 12, 13 ചെയ്യാം. ഈ 5 കർമ്മങ്ങളും ചെയ്ത് പിന്നെയും മിനയിൽ വന്ന് താമസിക്കുകയാണ്. ടെൻറ്റിൻ്റെ ഉള്ളിൽ ശക്തമായ ചൂടാണ്, ഒക്കെ സഹിച്ച് അള്ളാഹുവിനോട് ഇബാദത്തെടുത്ത് ദിക്റ് ചൊല്ലിക്കൊണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, അള്ളാഹിനെ ഓർക്കണം, ദിക്റിലായിക്കൊണ്ട് ജീവിക്കണം. ഇതാണ് ഹജ്ജ്. വല്ലാത്തൊരു അനുഭവമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്ര സമയം ഞാൻ സംസാരിച്ചത് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊന്ന് പറയാനോ പരിചയപ്പെടുത്താനോ അല്ല. അതൊരിക്കലും ഖുത്ബയിൽ സാധ്യവുമല്ല. ഹജ്ജും ഉംറയും എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജിൻ്റെ പ്രതിഫലം എന്താണെന്ന് റസൂൽ പഠിപ്പിച്ചു. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് ഒരാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് മുമ്പുള്ള സർവ്വ പ്രവർത്തനങ്ങളെയും അള്ളാഹു തകർത്ത് കളയും. എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളെയും അള്ളാഹു തരിപ്പണമാക്കും. ഹറാമുകളെ, മോശപ്പെട്ട ജീവിതത്തെ, വൃത്തികേടുകളെ, തോന്നിവാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്ത് തരിപ്പണമാക്കും. വല്ലാത്തൊരു പ്രയോഗമാണത്. അള്ളാഹ് പുറത്തിരുന്നല്ല പറഞ്ഞത്. യഹ്ദിമു മാ കാന ഖബ്ലഹു, അതിനു മുമ്പുള്ളതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ മഖ്ബൂലായ ഹജ്ജാണോ സ്വർഗമല്ലാതെ ഒന്നും പകരം കൊടുക്കാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹജ്ജിന് എന്തിനാ നമ്മൾ കാത്തിക്കണം? സമ്പത്തുണ്ടോ സഹോദരന്മാരെ? അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണോ അല്ലാത്ത ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് ഹജ്ജ് നിർവഹിക്കണം. അതിന് ശരീരം ചുളിയാൻ കാത്തിക്കണ്ട, മുട്ടുവേദനയും ഊരുവേദനയും വരാൻ കാത്തിക്കണ്ട, തൊലിയൊന്ന് പിന്നെ മുടിയൊന്ന് പിന്നെ നിര വരട്ടെ കാത്തിക്കണ്ട, 60 വയസ്സാകട്ടെ കാത്തിക്കണ്ട, 50 കയ്യട്ടെ കാത്തിക്കണ്ട. നമ്മളെ കേരളക്കാർക്കുള്ള അസുഖമാണത്. നിർബന്ധമായിട്ടുള്ള ബാധ്യതയല്ലേ സഹോദരന്മാരെ? ഏറ്റവും നല്ല സമയത്ത്, ആരും പിടിക്കാതെ, ആരും താങ്ങാതെ, ആരും ഉന്താതെ ചെയ്യാൻ പറ്റിയ സമയത്ത് ചെയ്യല്ലേ വേണ്ടത്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ അവസാനം ഒന്നും കൂടി ചെയ്യാം. ഈ ഒരു പ്രാർത്ഥനയും പ്രവർത്തനം, അതേപോലെ തന്നെ ഒരു തേട്ടവും നീയത്തുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ കൊടുക്കാനുള്ള ബാധ്യത, ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം ദീനിൻ്റെ നെടുംതൂണ്, അത് നമ്മൾ നിർവഹിക്കാൻ വേണ്ടി അതിന് ധൃതി കൂട്ടുകയും അതേപോലെ തന്നെ നമ്മൾ പിന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹജ്ജിൻ്റെ ദിവസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദുൽഹിജ്ജ 8 യൗമുത് തർവീയാണ്, ദുൽഹിജ്ജ 9 അറഫയാണ്, ദുൽഹിജ്ജ 10 യൗമുൻ നഹറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അറഫയുടെ നോമ്പിലാണ്. ഇന്നലെ ആയിരുന്നല്ലോ അവിടെ അറഫ, അപ്പോൾ ഇന്നലെയാണല്ലോ നോമ്പ് നോൽക്കേണ്ടത് എന്ന് ചില ആളുകൾ. നമ്മളിപ്പോൾ അവർ അറഫയിൽ നിൽക്കുന്നതും അവരുടെ തെൽബിയത്തും അറഫയിലെ പ്രസംഗമൊക്കെ നമ്മൾ ഇന്നിവിടെ കേൾക്കുകയാണ്, ഇന്നലെ കേൾക്കുകയാണ്. എന്നിട്ട് നമ്മൾ അറഫ നോമ്പ് ഇന്ന് നോറ്റാൽ എങ്ങനെ? അപ്പോൾ ഇന്നലല്ലേ നോമ്പ് നോൽക്കേണ്ടത് എന്ന് സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകണം. ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും, പഠിക്കാത്ത മനസ്സിലാക്കാത്ത ആ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഉണ്ടാവും. ചില ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എവിടെയെങ്കിലും ഒന്ന് മാസം കണ്ടാൽ മതി, ആ മാസം എല്ലാവർക്കും പരിഗണിക്കപ്പെടാം. അതല്ല, അവനവൻ്റെ നാട്ടിൽ, അവനവൻ്റെ മത്ലയിൽ, നമ്മുടെ മത്ലയിൽ അവിടെ മാസം കാണണം. അവിടെ മാസം കണ്ടാലാണ് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഹജ്ജ് ആകട്ടെ, റമദാനാകട്ടെ, പെരുന്നാളാകട്ടെ, അതിനൊക്കെ നമ്മുടെ മാസം കാണലാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന അഭിപ്രായം കാലങ്ങളായിക്കൊണ്ട് തന്നെയുള്ള അഭിപ്രായ വ്യത്യാസമാണ്. 2 അഭിപ്രായത്തിനും ഊന്നൽ കൊടുത്തിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. 2 അഭിപ്രായത്തിനും ഊന്നൽ കൊടുത്തിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ സഹോദരന്മാരെ, പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റിയതും ഒരു പ്രായോഗിക മതം എന്നുള്ള നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൂമു ലിറുയതിഹി വ അഫ്തിറു ലിറുയതിഹി, നിങ്ങൾ ഹിലാൽ കണ്ടാൽ, ചന്ദ്രനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക,
നിങ്ങൾ ചന്ദ്രനെ കണ്ടാൽ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളാക്കും ചെയ്യും. അപ്പോൾ ചന്ദ്രനെ കാണുക എന്നുള്ളതാണ് മുഖ്യം. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അത് ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി, ലോകത്തൊന്ന് കണ്ടാൽ മതി, അപ്പോൾ എല്ലാവർക്കും ആയി എന്ന് പറഞ്ഞ പ്രബലന്മാരായ പണ്ഡിതന്മാരുണ്ട്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുണ്ട്. അല്ല, ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവനാൻ്റെ നാട്ടിൽ കാണണം. സഹോദരന്മാരെ, ഏറ്റവും പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റിയത്, നിങ്ങൾ നോക്കൂ, 1400 വർഷമുണ്ട് മുത്തുനബിയുടെ ഉമ്മത്തിന്. ഈ ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നു പോയിട്ട് 1400 വർഷമായല്ലോ. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ നോക്കിയിട്ട്, ഇന്നലെയാണല്ലോ അറഫയിൽ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അറഫയിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ നമ്മൾ അവരെ വീഡിയോ കോളിലൂടെ ഒക്കെ ചെയ്ത് നമ്മൾ കാണുകയാണ്. ഒരു 100 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു, 200 കൊല്ലം മുമ്പ് എങ്ങനെ, 1400 കൊല്ലം മുമ്പ് എങ്ങനെ, അന്നൊക്കെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ നിന്ന് മാത്രമേ, ലോകത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഓല അറിയില്ല. അപ്പം അള്ളാൻ്റെ ദീനിലെ ഒരു കർമ്മം ശരിയാൻ വണ്ണം ചെയ്യാൻ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ വന്നാലേ ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ദീനിൻ്റെ പോരായ്മയാണത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് വർഷങ്ങളെ ഈ സംവിധാനം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അന്നെന്ന് പറയുമ്പോൾ അത് കാണാൻ പറ്റുന്നതിന് മുമ്പോ, അപ്പോൾ അന്നൊരു അവസ്ഥ ഇന്നൊരവസ്ഥ, അത് അള്ളാൻ്റെ ദീനിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദീനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടും ഇല്ല. ഇവിടെ ചില ആളുകൾ പറയും, ഹാജിമാരെ അറഫയിൽ നിൽക്കുന്ന സമയത്തല്ലേ നോമ്പ് വെക്കേണ്ടത്, അതല്ലേ അറഫ അതിനോട് താദാത്മ്യം പുലർത്തി അവരവിടെ നിൽക്കുമ്പോൾ നമ്മളിവിടെ നോമ്പ് വെക്കുക. അതും പ്രായോഗികമാണോ? നമ്മൾ 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ 12 മണിക്കൂറിൻ്റെ വ്യത്യാസമുള്ളവരോ, മക്കയുമായിട്ട് 12 മണിക്കൂറിൻ്റെ വ്യത്യാസമുള്ള ആൾക്കാർ രാത്രി ആയിരിക്കും അവർക്ക്. രാത്രി നോമ്പെടുക്കാൻ പറ്റൂല. പറ്റൂല എന്നറിയാം. അതിനാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നമുക്ക് എന്നാണോ ദുൽഹിജ്ജ 9 അത് പ്രായോഗികമാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ഭരണകേന്ദ്രം എവിടെയായിരുന്നു? മദീനയായിരുന്നു. ഒരു മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോയി, മദീനയിലാണ് അവർ ഭരിക്കുന്നത്. ഖുലഫാഉർ റാഷിദുകളാകട്ടെ, അവരൊക്കെ മക്കത്ത് നിന്ന് മദീനയിലേക്കുള്ള അന്നത്തെ കാലത്തെ യാത്രാ ദൂരം എന്ന് പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ, അവർ ഒട്ടകപ്പുറത്തൊക്കെ പോവുകയാണെങ്കിൽ 10 ദിവസമാണ്. ഏതെങ്കിലും ഒരു വർഷം റസൂലുള്ളയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറ്റുള്ള ഭരണാധികാരികൾ ആരെങ്കിലും മദീനയിൽ നിന്നും ആദ്യം തന്നെ മക്കയിൽപ്പെട്ട ഒരു ഗവർണർക്ക് ഉത്തരവാദിത്വം കൊടുത്തു, നിങ്ങൾ എന്നാണ് അവിടുത്തെ അറഫ എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം, നിങ്ങൾ വേഗം ഈ മാസം കണ്ട ഉടനെ ഒരാൾ അങ്ങോട്ട് വിടണം, ദൂതനാണ്ട് വിടണം, നിങ്ങൾ അറഫ എന്നാന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മദീനയിൽ കാണുന്നു, മദീനയിൽ അവർക്കൊരു മത്തലുണ്ട് കാണുന്ന സ്ഥലം, അത് പരിഗണിക്കാതെ അറഫ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനോട് താദാത്മ്യം പുലർത്താൻ വേണ്ടി പറഞ്ഞു തരുന്ന അയച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏകദേശം 40 വർഷത്തോളം ഭരണം നടത്തിയിട്ടുണ്ട് ഖുലഫാഉർ റാഷിദീൻ. ഒരു കാലഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ മദീനക്കാരെന്ത് ചെയ്തു? മദീനയിൽ എന്നാണോ അവർ ഓൽക്ക് മാസം കണ്ടത്, അതിനനുസരിച്ച് അവർ ദുൽഹിജ്ജ 9 മദീനയിൽ അവർ നോമ്പ്, അറഫയുടെ നോമ്പ് അനുഷ്ഠിച്ചു. മക്കത്ത് എന്നാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കും, അതൊക്കെ ഒന്നായിക്കൊള്ളുന്നില്ല. ഇന്നിപ്പോൾ അവിടെ രാഷ്ട്ര സംവിധാനം വന്നു, സൗദി അറേബ്യക്ക് മൊത്തം ഒന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം ഒന്നായത്. വ്യത്യസ്ത 2 സ്ഥലങ്ങളിൽ പെരുന്നാളും അതേപോലെ തന്നെ നോമ്പുമായതിന് ഹദീസിൽ നമുക്ക് ചരിത്രരേഖയുണ്ട്. ഖുറൈബ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ്, 2 സ്ഥലങ്ങളിൽ അഥവാ ഈ പറയപ്പെട്ട 2 പ്രദേശങ്ങളിൽ 2 നോമ്പും പെരുന്നാളും അങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെയും കണ്ടിട്ടുണ്ട്. 2 ദിവസങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഇനി സഹോദരന്മാരെ ഞാൻ പറയട്ടെ, ഇപ്പോൾ സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മത്തലയിലൊക്കെ മാസം കാണുന്നതിന് മുമ്പ് സൗദിയിൽ സാധാരണ മാസം കാണാറുണ്ട്. നമ്മൾ സാധാരണ വൈകിട്ടാണ് ഉണ്ടാവില്ല അല്ലേ? ഇന്ന് ഓൽക്ക് പെരുന്നാളാണ്, നമുക്ക് നാളെയാണ് പെരുന്നാൾ. എന്നാൽ ഇതേപോലെ തന്നെ സൗദി അറേബ്യക്ക് മുമ്പ് മാസം കാണുന്ന സ്ഥലങ്ങളുണ്ട്. സൗദി അറേബ്യക്ക് മുമ്പ് മാസം കാണുന്ന ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ സൗദി അറേബ്യക്ക് മുമ്പ് മാസം കണ്ട സ്ഥലങ്ങളാണെങ്കിൽ അവർ ഈ പറയപ്പെട്ട അറഫയുടെ ദിനത്തിലാണ് ഞങ്ങൾ നോമ്പ് നോൽക്കേണ്ടത്, ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട അന്നാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് അവർ ശഠിച്ചാൽ അവർ പെരുന്നാളിന് നോമ്പ് നോൽക്കേണ്ടി വരും. അവർ പെരുന്നാൾ എന്നായിരിക്കും. പെരുന്നാളിന് നോമ്പ് നോക്കൽ ഹറാമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മളൊന്ന് വൈകിട്ടാണ്
ചില സ്ഥലങ്ങളിൽ സൗദിക്ക് മുമ്പ് മാസം കാണും. അപ്പോൾ ദുൽഹിജ്ജ 1 ഓൽക്ക് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ അറഫയിൽ നിൽക്കണ അന്നേ ഞങ്ങൾ നോമ്പോൽക്കുള്ളൂ എന്ന വാദക്കാരാണെങ്കിൽ അവരെ നാട്ടിലെ പെരുന്നാളിന് നോമ്പോൽക്കേണ്ടി വരും. അത് ഹറാമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റിയ സംഗതി എന്താണ്? നമ്മുടെ നാട്ടിൽ എന്ന് മാസം കണ്ടോ, സൂമൂലി റുയത്തി, നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോറ്റോളൂ. നമ്മൾ കണ്ടു, നമ്മൾ നോറ്റി, നമുക്ക് ഇന്നാണ് ദുൽഹിജ്ജ 9 എന്നും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2 അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസവും അതേപോലെ തന്നെ ഇത് ഫിഖ്ഹിയായ മസ്അലയാണ്. ഫിഖ്ഹിയായ മസ്അലകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈത്തിദാലിൽ കൈയ്യട്ടണോ കൈയ്യട്ടണ്ടേ, അഭിപ്രായ വ്യത്യാസമാണ്. 2 പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അത് പഠിച്ച് ഏതാണോ നമുക്ക് കൂടുതൽ മനസ്സിലായി നമുക്ക് ചെയ്യാം. ഫിഖ്ഹിയായ മസ്അലയാണ്. അങ്ങനെ പല മസ്അലകളുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് ഇതിനേക്കാൾ ഗൗരവമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും സൗദി അറേബ്യയുടെ അനുസരിച്ചാണെങ്കിൽ നമുക്കും ചെയ്യാം. ഇപ്പോൾ GCC ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. സൗദി എങ്ങനെയാണോ അങ്ങനെ, അത് അവിടുത്തെ ഭരണാധികാരികൾക്ക് തീരുമാനിക്കാം. കാരണം ഫിഖ്ഹിയായ മസ്അലകൾ അവിടുത്തെ പണ്ഡിതന്മാർ, ഭരണാധികാരികളും മുഷാവർ അങ്ങനെ തീരുമാനിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം തീരുമാനിച്ചു. ഒമാൻ അതിനെതിരായി കാണണം. സാധാരണ ചിലവർക്ക് അവിടെ കാണണം, ആയിക്കോട്ടെ. അവിടെയൊക്കെ അവർ ശ്രദ്ധിക്കുന്ന, പണ്ഡിതന്മാർ ശ്രദ്ധിക്കുന്ന 2 അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ വിള്ളൽ ഉണ്ടാകാൻ പാടില്ല. ചിലവർക്ക് ഇന്ന് ചില ആളുകൾക്ക് പെരുന്നാളാണ്. നോമ്പും പെരുന്നാളിൻ്റെയും പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വർത്താനങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഐക്യം കാത്തു സൂക്ഷിക്കൽ നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. ഇത് പാലിക്കാതിരിക്കുന്ന ചില ആളുകൾ, ഇതാണ് ഗൗരവമായിട്ടുള്ള കാര്യം. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും പേരിൽ ഭിന്നിപ്പുകൾ ഒഴിവാക്കണം. ഇത് ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ പറയപ്പെട്ട രീതിയിൽ പ്രായോഗികമായി ചിന്തിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. കുറേ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളാണ്, ഇന്നലെ അറഫയാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് വളരെ അധികം മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് വിശേഷിച്ച് ഇന്ത്യയെ പോലെയുള്ള അനിസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാമിക ഭരണങ്ങളില്ലാത്തടത്ത് അവിടെ മറ്റേ സ്ഥലങ്ങളിൽ അവിടെ രാജാവ് ഉണ്ടാവും, ഭരണാധികാരി ഉണ്ടാവും. അവർ തീരുമാനിച്ച് എല്ലാവർക്കും അവിടെ പണ്ഡിതന്മാർ കൂടി ആലോചിച്ച്, മദ്ഹബിൻ്റെ പണ്ഡിതന്മാരൊക്കെ കൂടി ആലോചിച്ച് അവർ തീരുമാനത്തിലെത്തും. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഭിന്നത ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മറ്റേ നിലക്ക് പറഞ്ഞാൽ മറ്റേത് ഫിഖ്ഹി മസലയാണ്. അവിടെ 2 അഭിപ്രായം പറയൂ, 2ഉം ചെയ്യുക. പക്ഷേ ഇവിടെ ഭിന്നത ഉണ്ടാക്കുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ വിഷയങ്ങൾ പഠിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രാവിലും പകലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു അതിൻ്റെ എല്ലാവിധ ബറക്കത്തുകളും നിഅമത്തുകളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതിൽ കൂടുതൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അദ്കാറുകൾ ചൊല്ലി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മഹാഭാഗ്യം, തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം നൽകുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം, നോമ്പും മറ്റുള്ള കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ നമ്മളെയും ഒരു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.